മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയതായിട്ട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിനെ കാര്യമായിട്ട് ശകാരിക്കുകയും ചെയ്തു. കേരളത്തിലും അദ്ദേഹം ഇപ്പോൾ കുട്ടനാട്ടിലേക്കൊന്നും പോയില്ല. ഓഖി ബാധിച്ച വിഴിഞ്ഞത്തും അതുപോലെ കോവളത്തൊക്കെ ഉണ്ടായ അനുഭവം കൊണ്ടായിരിക്കും പോകാത്തത്. അദ്ദേഹത്തിന് കുറേ കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ കാലം അടുത്ത ടേമിലും അദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രി ആവണമെന്നും വലിയ ആഗ്രഹമുണ്ട്. അതൊന്നും തെറ്റല്ല. അദ്ദേഹം മംഗലാപുരത്ത് പോയപ്പോൾ ഏതാണ്ട് 4000 പോലീസുകാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് എന്ന് പറയുന്നത് കേട്ടു. സിദ്ധരാമയ്യ അതിനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിരുന്നു. ഏതാണ്ട് ഭോപ്പാലിൽ അദ്ദേഹത്തിന് ഇറങ്ങാനും സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അഷ്വർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങാനും സാധിച്ചില്ല. അപ്പം ജീവിക്കണമെന്ന് വളരെ കൊതിയുള്ള ഒരു നേതാവാണ്. എന്നെ കൊല്ലാനായിട്ട് അവർ വരുന്നു, എന്നെ കൊല്ലാനായിട്ട് ഇവർ വരുന്നു എന്ന് അദ്ദേഹം സ്വപ്നം കാണാറുമുണ്ട്. പാർട്ടിയിലെ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പാർട്ടിക്കാർ കൊന്ന കുറേ പേരുടെ ഒരു പക്ഷേ ഭൂതപ്രേത പിശാചുക്കളോ ആത്മാവോ അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാവാം. ഏതായാലും ആരാധ്യനായ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ടേം 5 വർഷം പൂർത്തിയാക്കണം. നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ 5 വർഷം പൂർത്തിയാക്കുന്ന ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് സാധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണം. അദ്ദേഹം ഭരണത്തിലിരുന്നാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ശക്തിയും ചൈതന്യവും ഒരുമിക്കണമെന്ന ധാരണയും അതുപോലെ NSSും SNDP ഒക്കെ ഒരുമിച്ച് വരുള്ളൂ. ധീവരസഭയും അതുപോലെ നാടാർ മഹാജന സഖ്യവും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്ന ഓരോ ദിവസവും ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹം തുടർന്നാലേ ഹിന്ദുക്കൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ സാറ് കുറേ കാലം ജീവിക്കേണ്ടതും അമേരിക്കയിലെ മായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ആവശ്യമെങ്കിൽ ചികിത്സിക്കേണ്ടതും അതല്ലെങ്കിൽ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കേണ്ടതും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ആശുപത്രികൾ കണ്ണൂർ തലശ്ശേരിയൊക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള ഡോക്ടർമാർ ആരുടെ കൂട്ടത്തിലാണെന്ന് വളരെ വ്യക്തമല്ലാത്തത് കൊണ്ട് വല്ല സംഘികളുടെയും RSSകാരുടെയും കയ്യിൽ ഇങ്ങേര് പെട്ടുകഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുകയെന്ന് അറിയാത്ത സ്ഥിതിക്ക് കേരളത്തിന് പുറത്തുള്ള അപ്പോളോ ഹോസ്പിറ്റൽ മാതിരിയുള്ള അവിടെ അദ്ദേഹം ചികിത്സയ്ക്ക് പോകുമ്പോഴും അമേരിക്കയിലെ മായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും അദ്ദേഹം കുറേ കാലവും കൂടി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഹിന്ദു ഐക്യത്തിന് വേണ്ടി, ഹൈന്ദവ ജനതയ്ക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടി, സനാതന ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ കേരള മുഖ്യമന്ത്രി കുറേ കാലവും കൂടി ഭരിക്കേണ്ടതും ജീവിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നമ്മളെ അവഹേളിക്കുന്നു, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നു, പുച്ഛിക്കുന്നു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ആ ചെയ്യുന്ന നെഗറ്റീവാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹിന്ദു ധർമ്മത്തിനെ ഇത്രയും ഉയർത്തിയത്. അത് പാർത്ഥസാരഥി ക്ഷേത്രമാണെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളെ അവഹേളിക്കലായാലും കോട്ടമൈതാനിയിലെ ഹനുമാൻ ക്ഷേത്രം പിടിച്ചടക്കലാണെങ്കിലും സുൽത്താൻ ബത്തേരിയിലെ ഗണപതി ക്ഷേത്രം പിടിച്ചടക്കലാണെങ്കിലും ഹൈന്ദവ ജനതയെയും രാമനെയും ലക്ഷ്മണനെയും കുന്തിയെയും എല്ലാം അവഹേളിക്കലായാലും സീതയെയും അതുപോലെ ലക്ഷ്മി സരസ്വതി പാർവതിയെയും ഭാരതമാതാവിനെയും നഗ്നചിത്രം വരയ്ക്കലായാലും അതല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുന്നത് അവർ പലതിനും റെഡിയാണെന്ന് കാണിക്കാനും 4 ദിവസം പോവാത്തത് ആ ദിവസങ്ങൾ റെഡി അല്ലെന്ന് കാണിക്കാനും എല്ലാം ആണ് എന്നുള്ളതിന് പൂർണ്ണ പിന്തുണ കൊടുത്തതും ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഏത് സാഹിത്യകാരന്മാർക്കും പരമമായ അവാർഡ് കൊടുക്കലും എല്ലാം ചെയ്യുന്നതിന് ഈ മുഖ്യമന്ത്രി ഇനിയും ജീവിച്ചിരിക്കണം. ഒരു കംസൻ ഉണ്ടെങ്കിലേ ശ്രീകൃഷ്ണൻ വരുള്ളൂ, ഒരു രാവണൻ ഉണ്ടെങ്കിലേ ശ്രീരാമൻ വരുള്ളൂ, ഒരു ഹിരണ്യകശിപു ഉണ്ടെങ്കിലേ നരസിംഹമൂർത്തി വരുള്ളൂ. അതുകൊണ്ട് തിന്മകൾ ഉണ്ടാവേണ്ടത് ഹിന്ദുക്കളുടെ യൂണിറ്റിക്ക് ആവശ്യമാണ്. 2 പക്ഷികളിൽ ഒരെണ്ണം അമ്പെയ്ത് വീണതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാമായണം ഉണ്ടായത്. മന്ദര ദുരുപദേശം കൊടുത്തത് കൊണ്ടാണ് കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച് ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ആദികാവ്യം ഉണ്ടായത്. അതുപോലെ ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് ഈ ഇത്രയും വലിയ മഹാഭാരത യുദ്ധവും ബാക്കി കാര്യങ്ങളും ഉണ്ടായത്. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന് വീണതുകൊണ്ടാണ്
ഭഗവത്ഗീത ഉണ്ടായത്. അതുകൊണ്ട് നമ്മളുടെ കേരളത്തിൽ ആരാധ്യനായ പിണറായി വിജയൻ കുറേ കാലവും കൂടി ഭരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഹിന്ദുക്കൾക്ക് കുറെ കൂടി ചൈതന്യവത്തായിട്ട് ഉണരാനും ഉയരാനും പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും ഹിന്ദുക്കൾക്കെതിരെ കുറെ കൂടി ചെയ്യട്ടെ. വോട്ട് ബാങ്ക് ഉള്ള മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ അതിൽ നിന്ന് പാഠം പഠിക്കട്ടെ. പ്രണാമം, നമസ്കാരം.